പുതിയ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നെഗോഷിയേഷൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പുലികളോ സിംഹങ്ങളോ ഒക്കെയാണെന്ന്. ഞാനും അങ്ങനെയൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താണെന്നറിയാം? കേരളത്തിനകത്തും പുറത്തുമുള്ള സകല ഡീലർമാരെ വിളിച്ച് ഞാൻ കൊട്ടേഷൻ ചോദിച്ചു. എന്നിട്ട് കുത്തിപ്പിടിച്ചിരുന്ന എല്ലാം ഒരു ഗൂഗിൾ ഷീറ്റിൽ അടിച്ചു കയറ്റി ലൈൻ ബൈ ലൈനായിട്ട് കമ്പയർ ചെയ്തു. അപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. എല്ലാ ഡീലറും തന്ന വില ഓൾമോസ്റ്റ് സെയിം. അവിടെയും ഇവിടെയും ഓരോ 100-200 രൂപയുടെ വ്യത്യാസം ഉണ്ടാകും. അതല്ലാതെ പ്രാക്ടിക്കലി ഇറ്റ്സ് ഓൾ ദ സെയിം. എക്സ് ഷോറൂം പ്രൈസ് സെയിം, റോഡ് ടാക്സ് സെയിം, ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് റോഡ് ടാക്സ് അല്പം ഡിഫറൻറ്റ് ഉണ്ടെന്ന് പറയണമെന്ന് കാര്യമില്ലല്ലോ. ഇൻഷുറൻസ് സെയിം, എക്സ്റ്റൻഡഡ് വാറണ്ടി ദാറ്റ്സ് ഓൾസോ സെയിം. അപ്പോൾ ഒരു ചോദ്യം വരും, എല്ലാം ഫിക്സ്ഡ് ആണെങ്കിൽ പിന്നെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് ആളുകൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്? എല്ലാ കോസ്റ്റും സെയിം, ഒരൊറ്റ ലൈൻ ഐറ്റം മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. ആ ഒരു ലൈൻ ഐറ്റം പിടിച്ച് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ ജിംനിയുടെ ഫൈനൽ ഓൺ ദ റോഡ് പ്രൈസിൽ സേവ് ചെയ്തത് 33,000 റുപ്പീസ്. ആ മാജിക് ലൈൻ ഏതാണ്? പിന്നെ ആ ഡീലർ അറിയാതെ എന്നോട് പറഞ്ഞു പോയ സത്യം എന്താണ്? ഇതെല്ലാം ഇവിടെ വിശദമായി പറയാം. ഒരു പുതിയ വണ്ടി വാങ്ങാനായി ഷോറൂമിൽ കയറുന്നതിന് മുന്നേ അറിയണമെന്ന ഒരു ഇമ്പോർട്ടൻ്റ് റൂളുണ്ട്. നിങ്ങൾ വാങ്ങാൻ പോകുന്ന വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിച്ചിരിക്കണം. മോഡൽ ഏതാണ്, അതിനെത്ര വേരിയൻസ് ഉണ്ട്, ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്താണ്, എക്സ് ഷോറൂം പ്രൈസ് എത്ര, ഓൺ ദ റോഡ് പ്രൈസ് എത്ര, അങ്ങനെ എല്ലാം അറിഞ്ഞിരിക്കണം. നിങ്ങൾ വാങ്ങാൻ പോകുന്ന വേരിയൻറ്റിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, ബാക്കിയുള്ള വേരിയൻറ്റിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. എന്തിനാണെന്ന് പറയാം. നിങ്ങളൊരു ബേസ് വേരിയൻ്റാണ് വാങ്ങാൻ പോകുന്നതെന്ന് വെക്കുക. ലെറ്റ്സ് സേ മാരുതി LXi. ഒരു ടിപ്പിക്കൽ സെയിൽസ് ഏജൻറ്റ് എന്താണ് സാധാരണ ചെയ്യുന്നത്? നിങ്ങളെ കൺവിൻസ് ചെയ്യിച്ച് ഹയർ എൻഡ് മോഡലായ VXi എടുപ്പിക്കും. ചിലപ്പോൾ അത് ടോപ്പ് എൻഡ് മോഡലായ ZXi വരെ എത്തിക്കും. അത് അവരുടെ കുറ്റമല്ല കേട്ടോ. അവർക്കൊരു സെയിൽസ് ടാർഗറ്റ് ഉണ്ട്. ഹയർ വേരിയൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് മാർജിനും കൂടും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരെല്ലാം നല്ല ട്രെയിൻഡ് പ്രൊഫഷണൽസാണ്. ട്രെയിൻഡ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, കമ്പനി കൊടുക്കുന്ന സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, അങ്ങനെ എല്ലാവർക്കുണ്ട്. അതുകൊണ്ട് നമ്മളെ കൺവിൻസ് ചെയ്യിച്ച് LXi വാങ്ങാൻ കയറിയ നമ്മളെ കൊണ്ടൊരു VXi വാങ്ങിപ്പിക്കാൻ അവർക്ക് ഒരു പ്രയാസവുമില്ല. അതവരുടെ ജോലിയാണ്. ആൻഡ് ദേ ആർ റിയലി ഗുഡ് അറ്റ് ദാറ്റ്. അതുകൊണ്ട് ഷോറൂമിൽ ചെന്ന് സെയിൽസ് ഏജൻറ്റിനോട് ക്ലാരിഫിക്കേഷൻ ഒന്നും ചോദിക്കരുത്. അല്ല, ഈ VXiക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന ഒരു ചോദ്യം ചോദിച്ച നിമിഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് നെഗോഷിയേഷൻ പോയി. നിങ്ങൾ കാറുകളെക്കുറിച്ച് അറിയാവുന്ന ഒരു പേഴ്സൺ ആണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ജെനുവിൻ നോളജ് ആയിരിക്കണം കേട്ടോ. ഈ ഫേക്ക് നോളജ് വിളമ്പാൻ അവിടെ നിൽക്കും. കാരണം ഇത് ഒരു ദിവസവും കാണുന്നതാണ്. ഇനി നിങ്ങൾ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ? കാർ എക്സ്പെർട്ടായ നിങ്ങളുടെ ഒരു ചങ്ക് നിങ്ങൾക്ക് കാണുമല്ലോ. അവനൊരു വല്ല ബിരിയാണി വല്ലതും വാങ്ങിച്ചു കൊടുത്ത് കൂടെ കൂട്ടുക. ഇനി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറയാം. പുതിയ ബ്രസ ഇറങ്ങിയപ്പോൾ തന്നെ ആശാൻ ഷോറൂമിൽ പോയി. അതിന് മുന്നേ തന്നെ അവൻ മോഡൽ തീരുമാനിച്ചിരുന്നു, വേരിയൻറ്റും തീരുമാനിച്ചു. ഈവൻ കളറ് പോലും ഉറപ്പിച്ചിട്ടാണ് ഏജൻറ്റിനെ കാണുന്നത്. അവിടെ ചെന്ന് ഈ VXiക്ക് എന്ത് വിലയുണ്ട്, ZXiക്ക് ഏതൊക്കെ കളർ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു ചോദ്യമില്ല. കാരണം അവനെന്നെല്ലാം നേരത്തെ അറിയാം. സെയിൽസ് ഏജൻറ്റിന് അവിടെ ചെയ്യാൻ ഒരു കാര്യമേ ഉള്ളൂ, ഫൈനൽ കോട്ട് കൊടുക്കുക. അതുകൊണ്ട് ഷോറൂമിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ നെഗോഷിയേഷൻ പകുതി ജയിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഷോറൂമിൽ കയറുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ. പക്ഷേ ആ തീരുമാനത്തിലെത്തുന്നതിന് മുന്നേ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്യാനുണ്ട്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയത് ഒരു ഫുൾ ഓപ്പൺ മൈൻഡോടെയാണ്. എനിക്ക് ഈ വണ്ടി തന്നെ വേണം, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് മാത്രമേ ഞാൻ വാങ്ങൂ, അങ്ങനെ ഒരു നിർബന്ധവും എനിക്കില്ലായിരുന്നു. ബേസിക്കലി എനിക്ക് പ്രത്യേകിച്ചൊരു ബ്രാൻഡ് ലോയൽറ്റി ഒന്നുമില്ല. ആരാണോ വാല്യൂ ഫോർ മണി വണ്ടി തരുന്നത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങും. അത് ടാറ്റ ആയാലും മഹീന്ദ്ര ആയാലും മാരുതി ആയാലും. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത് ഈ കമ്പനികൾക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാൽക്കാശിൻ്റെ ഒരു കാര്യവുമില്ല. ഇനി കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ ഒരു കാര്യം ആദ്യമേ ഫിക്സ് ചെയ്തിരുന്നു, പ്രൈസ് റേഞ്ച്. ഈ റേഞ്ചിൽ നിൽക്കുന്ന ഒരു നല്ല വണ്ടി, അതിനുള്ളിൽ ആരാണോ ഏറ്റവും നല്ല ഫീച്ചേഴ്സുള്ള വണ്ടി തരുന്നത് അത് ഞാൻ വാങ്ങും. ആ സെർച്ച് അവസാനം എത്തി നിന്നത് ജിംനിയിലാണ്. അതിൻ്റെ കഥ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ എല്ലാം അങ്ങ് ഉറപ്പിച്ചിരുന്നു. ജിംനി ആൽഫ ഓട്ടോമാറ്റിക്, കൈനറ്റിക്കല്ലോ ഡ്യുവൽ ടോൺ കളർ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഏത് സെയിൽസ് ഏജൻറ്റ് വന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും ഞാൻ അതിൽ നിന്ന് കടുകിട മാറില്ല. ഇൻഫാക്ട് ചിലരിത് ട്രൈ ചെയ്തു. ഞാൻ ഷോറൂമിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ചേട്ടാ ഈ ഗ്രാൻഡ് വിറ്റാര ഒന്ന് നോക്കിയാലോ, നല്ല ഡിസ്കൗണ്ട് തരാം.
നമ്മൾ വിടുമോ? ഞാൻ പറഞ്ഞു, ചേട്ടാ ജിംനി അത് ഞാനങ്ങ് ഉറപ്പിച്ചിരിക്കുക. ഇനിയാണ് നെഗോഷിയേഷൻ ഗെയിം തുടങ്ങുന്നത്. ഞാൻ ഓരോ ഡീലറോടും എനിക്കൊരു ഫോർമൽ കോട്ട് അയച്ചു തരാൻ പറഞ്ഞു. വാക്കാ പറയുന്ന വില ഒരു വിലയല്ലല്ലോ, കടലാസിൽ വരണം. എന്നിട്ട് ഞാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള പല ഡീലർമാരെയും ഇതേപോലെ കോൺടാക്ട് ചെയ്തു. വേറെ സ്റ്റേറ്റ് ആണെങ്കിൽ റോഡ് ടാക്സ് വ്യത്യാസം ഉണ്ടാകും, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അത് സാരമില്ല, നമുക്കത് പിന്നീട് കേരള റേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. എല്ലാ കൊട്ടേഷനും ഞാനൊരു ഗൂഗിൾ ഷീറ്റിൽ അടിച്ചു കയറ്റി, ലൈൻ ബൈ ലൈനായി. ഇനി നമുക്ക് ഓരോ ലൈൻ ഐറ്റംസ് ഏതൊക്കെയെന്ന് നോക്കാം. 1, എക്സ് ഷോറൂം പ്രൈസ്. എല്ലാ ഡീലർമാരും ഒരേ പ്രൈസ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു രൂപ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. ദാറ്റ്സ് എക്സ്പെക്റ്റഡ്. കാരണം ഇത് മാരുതിയുടെ ഒഫീഷ്യൽ ഫോർമൽ എക്സ് ഷോറൂം പ്രൈസ് ആണ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. 2, റോഡ് ടാക്സ്. ഇത് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് നെഗോഷ്യബിൾ. ഒരു ഡീലർക്കും ഇതിൽ തൊടാൻ പറ്റില്ല. ഇനി 3, ഇൻഷുറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഏതെങ്കിലും ഒരു ഡീലർ നിങ്ങൾക്ക് കുറഞ്ഞ ഇൻഷുറൻസ് കോട്ട് തന്നാൽ ബി വെരി കെയർഫുൾ. ഒരു 3000-4000 രൂപ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അവർ ഏതോ കവറേജ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് സീറോ ഡിപ്രീഷിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എൻജിൻ പ്രൊട്ടക്ഷൻ കവറേജ് ആയിരിക്കാം, വാട്ട് എവർ ദാറ്റ് മേ ബി. സം കവറേജ് ഈസ് ഡൈല്യൂട്ടഡ്. നിങ്ങളൊരു 4000 രൂപ ലാഭിച്ചെന്ന് തോന്നും, പക്ഷേ അവിടം വരുമ്പോൾ നമുക്ക് പണി കിട്ടും. അത് ശരിക്കും ഒരു ഡിസ്കൗണ്ട് അല്ല, അതൊരു കെണിയാണ്. ഇനി 4ാമത്തെ മേജർ ഐറ്റം, എക്സ്റ്റൻഡഡ് വാറണ്ടി. ഇത് ഓപ്ഷണലാണ്. ജിംനിക്ക് 6 വർഷത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടിയാണ് കിട്ടിയത്. ഈ വിലയും മാരുതി സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയും വേരിയസ് ഡീലേഴ്സ് തന്ന പ്രൈസ് സെയിം ആയിരിക്കും, അവർക്കൊന്നും അതിൽ ചെയ്യാനില്ല. അങ്ങനെ ഗൂഗിൾ ഷീറ്റിൽ നോക്കിയിരുന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ മുകളിൽ പറഞ്ഞ ലൈൻ ഐറ്റംസ് എല്ലാം ഫിക്സ്ഡ് പ്രൈസാണ്. നോ റൂം ഫോർ നെഗോഷിയേഷൻ ഓൺ ദാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ഒരു ഡീലർ കുറച്ച് കാണിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടിയൊരു ഓഫറല്ല, അത് അവർ എവിടെയോ എന്തോ കോംപ്രമൈസ് ചെയ്തതാണ്. ബേസിക്കലി ഡിസ്കൗണ്ട് പോലെ തോന്നുന്ന എല്ലാം ഒന്നും ഡിസ്കൗണ്ട് അല്ല. സോ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് അത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എല്ലാം ഫിക്സ്ഡ് ആണെങ്കിൽ പിന്നെ എന്തോന്ന് നെഗോഷിയേഷൻ മച്ചാ. ഞാനും അങ്ങനെയാണ് ആദ്യം ആലോചിച്ചത്. ഞാനിങ്ങനെ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ ഗൂഗിൾ ഷീറ്റിൽ നോക്കിയിരുന്നു. എല്ലാം ഒരേ നമ്പർ, അതും നമ്പർ, ഇതും ഒരേ നമ്പർ, മറ്റേതും ഒരേ നമ്പർ. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ഡീലർമാരെ വിളിച്ച് ഞാൻ എൻ്റെ സമയം വേസ്റ്റാക്കി. പിന്നെയാണ് ഞാൻ കമ്പനിയുടെ ഡിസ്കൗണ്ടുകളിലേക്ക് നോക്കിയത്. നിങ്ങൾക്കറിയാവുന്ന പോലെ പല ഡിസ്കൗണ്ടുകളുണ്ടല്ലോ. ഈ കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്, ലോയൽറ്റി പ്രോഗ്രാം ഡിസ്കൗണ്ട്, പിന്നെ എക്സ്ചേഞ്ച് ബോണസ്, കൺസ്യൂമർ ഡിസ്കൗണ്ട്, ഓണം അല്ലെങ്കിൽ ദിവാലി ഓഫർ, അങ്ങനെ പലതും. ജിംനിക്ക് എനിക്ക് ആകെ കിട്ടിയത് ഈ കൺസ്യൂമർ ഡിസ്കൗണ്ട് മാത്രം. അതും എല്ലാ ഡീലർമാർക്കും ഒരേപോലെ, അല്ലെങ്കിൽ എല്ലാ ഡീലർമാരും ഒരേപോലെ കൊടുക്കുന്ന ഡിസ്കൗണ്ട്, ഫ്ലാറ്റ് 50,000 റുപ്പി ഡിസ്കൗണ്ട്. നൗ വാട്ട്? എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളും ഒരു കാര്യം ഡീലർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്, ഡീലറുടെ പ്രോഫിറ്റ് മാർജിൻ. അതാണ് ആ കൊട്ടേഷനിലെ ഒരേ ഒരു ലൈൻ ഐറ്റം വി കെയർ അബൌട്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാച്ച് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ആ നമ്പറാണ്, ആ നമ്പർ മാത്രമാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഉത്തമ, നമ്മൾ കൈവെക്കുന്നത് സാക്ഷാൽ ഡീലറുടെ ലാഭത്തിലാണ്. ഇത് മനസ്സിലാക്കിയാൽ നെഗോഷിയേഷൻ്റെ കളി മൊത്തം മാറും. കാരണം ഇനി നിങ്ങൾ ഇൻഡയറക്റ്റായി ചോദിക്കുന്നത് വില കുറയ്ക്കാമോ എന്നല്ല, നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിനിൽ നിന്നും എത്ര കുറയ്ക്കാൻ നിങ്ങൾ ഓക്കെയാണ്. 2 തരം ഡീലർമാരുണ്ട്. വലിയ പേരുകെട്ട ഡീലർമാർ. അവർ മാർജിനൊന്നും അധികം കോംപ്രമൈസ് ചെയ്യണമെന്നില്ല. അത് പക്ഷേ അവരുടെ കോർപ്പറേറ്റ് പോളിസി ആയിരിക്കാം. അവിടെ നിന്ന് വലിയ ഡിസ്കൗണ്ട് എപ്പോഴും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പിന്നെ ചെറിയ ഡീലർമാർ, മാർജിൻ അല്പം കുറഞ്ഞാലും വേണ്ടിയില്ല, അവർക്ക് ബിസിനസ് കിട്ടണം. അവർ ഒരു പക്ഷേ നല്ല ഡിസ്കൗണ്ട് തന്നേക്കാം. ഇതൊരു റൂളൊന്നുമല്ല കേട്ടോ, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. വലിയ ഡീലർമാർ ഹ്യൂജ് ഡിസ്കൗണ്ട് തരുന്ന ഒക്കേഷൻസും ഉണ്ട്. അത് എത്രമാത്രം ഇൻവെൻറ്ററി വിൽക്കാതിരിക്കുന്നു എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. അധികം പേര് കേൾക്കാത്ത ഒരു ഡീലർ അടുത്ത് നിന്ന് വലിയ ഡിസ്കൗണ്ട് വാങ്ങുമ്പോൾ സർവീസ് ക്വാളിറ്റി ഒരുപക്ഷെ കോംപ്രമൈസ് ആയേക്കാം. അങ്ങനെ ആകുമെന്ന് നിർബന്ധമില്ല, പക്ഷേ പോസിബിൾ. സോ യു ഗെറ്റ് വാട്ട് യു പേ ഫോർ എന്നാണല്ലോ പറയുന്നത്. ജിംനിയുടെ കാര്യത്തിൽ ഇനി എന്താണ് നടന്നതെന്ന് നോക്കാം. ചില ഡീലർമാർ 30,000 രൂപ അഡീഷണൽ ഡിസ്കൗണ്ട് വന്നു, മറ്റൊരു ഡീലർ 50,000 വരെ തന്നു. ഫൈനലി ഒരു ഡീലർ 63,000 ഡിസ്കൗണ്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 8-9 ഡീലേഴ്സിനെ കോൺടാക്ട് ചെയ്ത് കൊട്ടേഷൻ എടുത്തത്. നൗ ലുക്ക് അറ്റ് ദിസ്. ഒരേ വണ്ടി, ഒരേ വേരിയൻറ്റ്, ഒരേ കളർ, ഒരേ സ്റ്റേറ്റ്, 10,000 മുതൽ 63,000 വരെ ഡിസ്കൗണ്ട് വേരിയേഷൻസ് ഫ്രം ഡീലർ ടു ഡീലർ. ഇനി മറ്റൊരു ഡീലറുടെ കാര്യം പറയാം. അവർ ആദ്യം 30,000 രൂപയുടെ ഡിസ്കൗണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ 20,000 രൂപയുടെ ഫ്രീ ആക്സസറീസ് തരാം. ഇനി സാറിന് ആക്സസറീസ് വേണ്ടെങ്കിൽ 10,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് തരാം. ഒന്നുകൂടി കേട്ടോളൂ, 20,000-ൻ്റെ ആക്സസറീസ് അല്ലെങ്കിൽ 10,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട്. ആ ഒരൊറ്റ വാചകത്തിൽ
അയാൾ എന്നോട് പറഞ്ഞത് എന്താണ്? അയാൾ 20,000 എന്ന് വിളിക്കുന്ന ആ ആക്സസറീസിൻ്റെ യഥാർത്ഥ വില 10,000 അതായത് ആക്സസറീസിന് പുറത്ത് 100% മാർക്കും. നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഈ ഫ്രീ ആക്സസറീസ് എന്നൊക്കെ കേട്ട് സന്തോഷിക്കാറില്ലേ? ആ സന്തോഷത്തിന് യഥാർത്ഥ വിലയാണ് ഈ കണ്ടത്. ഫ്രീ ആക്സസറീസ് എന്ന് പറയുന്നത് അത്ര ഫ്രീ ഒന്നുമല്ല. അത് നിങ്ങളുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഒരു മാറ്റിൻ്റെയോ അല്ലെങ്കിൽ സീറ്റ് കവറിൻ്റെയോ രൂപത്തിൽ വേഷം മാറി വരുന്നതാണ്. ഞാൻ അപ്പോൾ തന്നെ പുള്ളിയെ കണ്ണം വഴി ഓടിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനം ഒരു ഡീലർ ഞാൻ പ്രതീക്ഷിച്ച നമ്പർ മീറ്റ് ചെയ്തു. ഫുൾ ക്യാഷ് ഡിസ്കൗണ്ട്, നോ ആക്സസറീസ്, നോ ഡ്രാമ, നത്തിങ്. എനിക്കത് നല്ലൊരു ഡീലായിട്ട് തോന്നി. പിന്നെ ഞാൻ അധികം പുഷ് ചെയ്യാനൊന്നും പോയില്ല. ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് അവരെ തോൽപ്പിക്കുന്നതും നമ്മൾ വിജയിക്കുന്നതും ഒന്നും അല്ലല്ലോ. അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ആ ഡീലർക്കും ജീവിക്കണം, അങ്ങേർക്കും സർവൈവ് ചെയ്യണം, പുള്ളിയുടെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം. അയാളെ വെറും ഒരു മാർജിൻ പൂജ്യമാക്കി നമ്മൾ ജയിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് ന്യായമായ ഒരു വില കണ്ടപ്പോൾ ഞാൻ നെഗോഷിയേഷൻ അവിടെ നിർത്തി. ഡീൽ ഈസ് ക്ലോസ്ഡ്. ഇനി അവസാനത്തെ ഒരു കാര്യം, എൻ്റെ 20 വർഷം പഴക്കമുള്ള ടാറ്റ സഫാരി അത് എക്സ്ചേഞ്ചായി കൊടുക്കണം. മാരുതി ട്രൂ വാലിയിൽ നിന്ന് ആൾക്കാർ വന്നു, വണ്ടി ഓടിച്ചു നോക്കി, എന്നിട്ടൊരു കോട്ട് തന്നു. അതത്ര നല്ല വിലയായിരുന്നില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കൺവീനിയൻസ് ആണ്. ആ സൗകര്യത്തിന് ഒരു വിലയുണ്ട്. ദർ ഇസ് എ പ്രൈസ് ഫോർ ദാറ്റ് വൺ. നത്തിങ് ഈസ് ഫ്രീ. പിന്നെ ജിംനിക്ക് എക്സ്ചേഞ്ച് ബോണസ് പോലുമില്ല. ഞാൻ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് വേണ്ടെന്ന് വെച്ചു. സഫാരി ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഞാൻ കൊടുത്തു. അല്പം കൂടുതൽ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് വില കൂടുതൽ കിട്ടി. ഇത്രയും ചെയ്തതിൽ നിന്നും ഞാൻ പഠിച്ചത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങൾ വണ്ടിയുടെ വില നെഗോഷിയേറ്റ് ചെയ്യുകയല്ല ആക്ച്വലി ചെയ്യുന്നത്. അതിൻ്റെ 90% നമ്മുടെ സർക്കാരും കമ്പനികളും നേരത്തെ തന്നെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള 10%. ആ 10% എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നവർക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. അറിയാത്തവർക്ക് ഒരു ഫ്ലോർ മാറ്റ് ഫ്രീ ആയിട്ടും കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിലപേശുമ്പോൾ മറ്റേയാളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കരുത്. ന്യായമായൊരു വിലയിലെത്തിയാൽ അവിടെ വെച്ച് കൈ കൊടുത്ത് ഡീൽ ഉറപ്പിച്ചോണം. നിങ്ങൾ വണ്ടി വാങ്ങിയപ്പോൾ എന്തെങ്കിലും നെഗോഷിയേഷൻ ട്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു നെഗോഷിയേഷൻ പുലിയാണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്തു. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്തോളൂ. ചെറിയും പോപ്സും ഞാനും എല്ലാം അടുത്ത ആഴ്ച ഇവിടെ ഉണ്ടാകും. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. സി യു ദെൻ. താങ്ക് യു.